Hi everybody, this is Shweta. My name is Inder and welcome to our Channel. It's time for Bharatanatyam. Natyam. 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 नाट्यम हाँ नाट्यम है नाट्यम भारतनाट्यम अच्छा भरतनाट्यम का भारतनाट्यम नाम ओके अपन सबसे गलत प्रोनाउंस कर रहे थे നാളെ ഹർത്താലാവെന്നൊക്കെ പറയണേ. അയ്യോ അപ്പൊ ഞങ്ങളോട് പെട്ടുവോ? ഏയ് അങ്ങനെ സ്ട്രോങ് ആകാനൊന്നും വഴിയില്ല. അത് അന്വേഷിച്ച് നോക്കാം. ഞാൻ അന്വേഷിച്ച് നോക്കാം. ശിവനെ വിളിച്ചാ ശശിയേട്ടാ ആരാ ഇവിടെ ഐസില് കിടക്കണേ? ഇപ്പൊ വിളിക്കാം. ഒരു മിനിറ്റ്. എന്തേ? ഞാൻ രണ്ടു ദിവസമായിട്ട് പറയണമെന്ന് വിചാരിച്ചതാ. കാര്യം ശരിയാ, നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് നമ്മുടെ വീട്ടിൽ നടക്കുന്നതൊക്കെ. എന്ന് വെച്ച് അച്ഛൻ ഈ അവസ്ഥയിൽ ഐസില് കിടക്കുമ്പോ നീ ഓർത്തതും ഈ മുട്ട പൊരിച്ചതൊക്കെ കൂട്ടി ചോറുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ ശശിയേട്ടന്? വീട്ടിലാണെങ്കിലും ഓക്കെ, അവിടെ പിള്ളേരൊക്കെ ഉള്ളതല്ലേ, ഇവിടെ വേണോ? അതുകൊണ്ട് നാളെ മുതല് അങ്ങനെയൊക്കെയുണ്ട്. അല്ലെങ്കിൽ തന്നെ അവർക്ക് കണ്ട എന്താ വിചാരിക്കുക? അത് വഴിയുണ്ടാക്കാം. എന്നാ നിങ്ങൾ അടിച്ചുകൊണ്ട് വന്നാൽ മതി. എന്നോട് വന്നോടെ ഡോക്ടറെ കാണാൻ പറഞ്ഞത്. ആ മധുര ആ കിടപ്പ് അങ്ങനെ തന്നെ. ഞാൻ ഭക്ഷണമായിട്ട് ഇങ്ങോട്ട് വന്നാ. അപ്പൊ ആശുപത്രിയിലേ ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇരിപ്പുണ്ട്. ഞാനിപ്പോ വിളിച്ചതേ അവിടെ പൂജ കാര്യത്തിന് എന്തെങ്കിലും ചോദിക്കാനാ. നമ്മുടെ തീരുമാനം അനുസരിച്ചിട്ടേ അടുത്തത് നിന്റെ വീട്ടിലാണല്ലോ. ഓ അങ്ങനെയൊന്നും ഉണ്ടല്ലേ? ആ ഒന്ന് രണ്ടിടത്തൊക്കെ നടന്നു. തൽക്കാലം എന്റെ വീട്ടിൽ ഇപ്പൊ നടത്തണം. അല്ല ഇന്നും നാളെ എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പൊ എന്റെ വീട്ടിൽ പൂജ നടത്തിയാലേ നാളെ മറ്റന്നാൾ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ പണിയാവും. ആൾക്കാർ വേണ്ടി പരിപാടി തിരിഞ്ഞ് നോക്കില്ലേ? ഓ അങ്ങനെ അവസ്ഥ ഉണ്ടല്ലേ. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യും, നമ്മുടെ ബാക്കിയുള്ള മെമ്പർമാരുടെ വീട്ടിലേക്ക് പൂജ നടത്ത്. എന്നിട്ട് പിന്നെ എന്റെ വീട്ടിലെ കാര്യം നോക്കാം. അതല്ല എന്നാ പിന്നെ അങ്ങനെ നോക്കാം. ശരി. അച്ഛാ അതെ, ആരെ പറ്റിക്ക് ഇനി ഉറക്കം? അച്ഛന് പഴയ പോലെ ക്ഷീണമൊന്നുമില്ലല്ലോ ഇപ്പൊ? അത് ശരിയാ, ഇപ്പൊ മനസ്സിലൊരാശ്വാസമുണ്ട്. എന്തോ വലിയൊരു ഭാരം ഒഴിഞ്ഞു പോയ നമുക്ക് വേണ്ടത്. ഭാരമൊക്കെ ഇവിടെ അങ്ങ് ഏൽപ്പിച്ചാൽ മതി. ചില്ലായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറെ കാലം കൂടെ സുഖമായിട്ട് ജീവിക്കാം. നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്താൽ മതി. ഇനിയിപ്പോ നമുക്ക് വാർഡിലേക്ക് മാറാം. വലിയൊരു ഹേർട്ടിലെ പോയി ചാടിക്ക. വീട്ടിൽ വല്ല കോലാഹലം. നിങ്ങളോട് ഒരു നേരം ഞങ്ങൾ തന്നെയാണ് അച്ഛൻ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. അതുപോലെ നോക്കിക്കോളാം. ഇവിടെ വരുന്ന വരെ ശരി, പക്ഷെ നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായേ ഇവിടുത്തെ കാര്യങ്ങൾ ഒന്നും ശരിയല്ലാന്ന്. ശാന്തയുടെ പെരുമാറ്റം ഞാൻ അന്ന് കണ്ടല്ലേ, പിന്നെ അമ്മയുടെ കാര്യം എനിക്ക് നല്ലോണം അറിയാം. അയ്യോ, അവരെപ്പോഴും അങ്ങനെയൊന്നും അല്ല പെരുമാറുള്ളത്. അല്ലായിരിക്കും, സമ്മതിച്ചിന്. ഇപ്പൊ ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഓരോ മനസ്സിലുള്ളതുകൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ പെരുമാറുന്നത്. അതെ, പക്ഷെ ഇതെന്നറിയാണ്ട് നമ്മൾ എങ്ങനെയാ മനസ്സമാധാനത്തോടെ ഇരിക്കുക? അപ്പൊ ഡിസ്ചാർജ് ചെയ്ത് കുറച്ച് ദിവസത്തേക്കെങ്കിലും നമ്മളോട് നിൽക്കാം. അച്ഛൻ ഇവിടെ യാതൊരു കുറവും വരില്ല, അത് ഞാൻ ഉറപ്പുതരാം. എന്നെ നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അല്ല ഇവനേതാ? ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം. കുറച്ചു കാലം കഴിഞ്ഞ് അച്ഛൻ ഓക്കെ പിന്നെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരാലോ. അയ്യോ അത് പറ്റില്ല, അച്ഛനെ കൊണ്ട് ഞങ്ങൾ എന്തായാലും സമ്മതിക്കില്ല. ഇനി നിങ്ങൾ അങ്ങനെ അച്ഛനെ കൊണ്ടുപോയി തന്നെ കാര്യങ്ങൾ കൂടുതൽ വഷളാവും. അതല്ലേ ഞാൻ പറഞ്ഞ നമ്മളൊരു തന്നെ നിന്നോളാം. ഈ അവസ്ഥയായിട്ടൊന്ന് പൊരുത്തപ്പെടുന്നവരെ നമ്മൾ കൂടെ തന്നെ ഉണ്ടാവാം. ഞങ്ങൾ പറയണത് ഒന്ന് കേക്ക്. നിങ്ങൾ രണ്ടാളും ഇപ്പൊ വീട്ടിലേക്ക് വന്ന് അവിടെ എന്താ നടക്കാന്ന് ഞങ്ങൾക്ക് ഒരു ധാരണയില്ല. അതുകൊണ്ടാ നമ്മളെ കുറിച്ച് ഓർത്ത് എനിക്ക് യാതൊരു വേവലാതിയും ഇല്ല. അതുപോലെ നമ്മളിപ്പോ അവിടെ താമസിക്കാനൊന്നുമല്ലല്ലോ വരുന്നേ. മൂപ്പര കാര്യം രാവിലെ തൊട്ട് രാത്രി വരെ നോക്കിയിട്ട് നമ്മൾ അവിടെ നിന്നോളാം. പിന്നെ കിടക്കേണ്ട കാര്യല്ലേ, അതിന് പുറത്ത് എവിടെയെങ്കിലും നമ്മൾ ഇവൻ തിരിച്ച് ശ്രീകണ്ഠാവരത്തേക്ക് അമ്മയോട് ഒറ്റയ്ക്ക് നിങ്ങളുടെ ആക്കിട്ട് ഞാൻ അവിടെ നിൽക്കും. ഓ उसको भेजेंगे. अरे रे रे रे
Explanation big. മോനെ ഞാൻ പോകട്ടെ. ടിപ്പ് ചേട്ടാ വാ. വന്നേ ഇങ്ങോട്ട് ചില്ലറൊന്നും എടുത്തിട്ടോ. अब कुछ बोल भी नहीं सकते. അച്ഛന് കുടിക്കാൻ വല്ലതും വേണം. വേണ്ടടാ. ആംബുലൻസ് ഒക്കെ പോണുണ്ടല്ലോ. അച്ഛൻ വന്നാ പോയാ? ഏയ് വന്നതാവുള്ളൂ, പോയതാവില്ല. പോയതാണെങ്കിൽ ഇതായിരിക്കില്ലല്ലോ അവിടുത്തെ അന്തരീക്ഷം. വീട്ടുകാരെ കുപ്പിലാക്കിട്ടേ 4 പരിപാടി ആയിരിക്കും. 10-ാം തീയതി വൈകിട്ടേക്കാടെ ടീമായിട്ട് മാച്ച് വെച്ചിട്ടുണ്ട്. നിനക്ക് വരാൻ പറ്റുമോ? ആളില്ലടാ, നീ വെറുതെ ജയിച്ചിട്ട് വന്നാ മതി. ഗോളൊന്നും അടിക്കണ്ടാന്ന്. അവൻ ജന്മം പോയ വായ തുറക്കണ്ടോ നോക്കി. ശശി, നീ അവരകത്തേക്ക് വിളിച്ചോണ്ട് വന്നേ. അല്ലെങ്കിൽ ഓരോരുത്തർ ബന്ധാരം പറയാൻ അകത്തേക്ക് കയറി വന്ന കാര്യങ്ങൾ ചെയ്യുന്നു പോകും. ചേട്ടനെ ഒന്ന് വിളിച്ചോ? ഏയ് ഞാനൊന്നുമില്ല. എനിക്ക് അല്ലെങ്കിൽ നല്ല ചിരിച്ചോണ്ട് വിളിക്കണോ ദേഷ്യത്തോട്ട് വിളിക്കണോന്നൊരു കൺഫ്യൂഷൻ. വിളിച്ചാൽ മതി. ചേട്ടാ बिचारा फंसता हमेशा. ഇവിടെ തന്നെ നിൽക്കുമായിരുന്നോ? വരൂ. മോനെ ബാഗ് ശശേട്ടാ എന്റെ സ്പേസ് ഇനി താഴെ പോയി പറയാം. ശരി. നിങ്ങൾക്ക് ഇനി ഈ മുറി ഉപയോഗിക്കാം. अच्छा रूम है यार, देखना मस्त लग रहा है. പിന്നെ വീട് വിട്ട് അധികം പുറത്തിറങ്ങണ്ട. പിന്നെ ജനലും വാതിലൊന്നും തുറക്കാനും നിൽക്കണ്ട. ഇവിടത്തെ അവസ്ഥയൊക്കെ മനസ്സിലായി കാണുമല്ലോ. എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. നമ്മളെ കാരണം നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. Okay. എന്റെ പൊന്നമ്മ, ഞാൻ പറയണമെന്ന് കേക്ക്. വലിയൊരു പ്രശ്നക്കാരെന്നുള്ള ധാരണയിലാണ് അവരിങ്ങോട്ട് വന്നിട്ടുള്ളത്. അതങ്ങനെ അല്ലാന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവരങ്ങ് പൊക്കോളും. അതുവരെ എല്ലാരും ഒന്ന് അടങ്ങാൻ. പിന്നെ വേറൊരു കാര്യം, ഇനി നാട്ടുകാർ മാത്രമല്ല ബന്ധുക്കൾ പോലും ഈ കോമ്പൗണ്ടിൽ വരാതെ നമ്മൾ സൂക്ഷിക്കണം. ശശേട്ടാ ഒരാളെ വിളിക്കേണ്ടി വരും. ഇതിങ്ങനെ കിളന്ന് വെള്ളം വരും. കണ്ട അറിയാം. അത് ശശേട്ടൻ എന്തെങ്കിലും തന്നാ മതി. നമ്മള് തമ്മിലിപ്പോ എന്തെങ്കിലും ഒരു കണക്ക് 500 കുറയണ്ട കേട്ടോ. അപ്പൊ യൂറോപ്യൻ കോസ്റ്റൊക്കെ ആയ സ്ഥിതിക്ക് ഇനി പാവങ്ങളെ കണ്ടാ മിണ്ടോ? പോടാ. നാളെ ഇരിക്കാലക്കോടെല്ലാം പണി. അപ്പൊ എല്ലാം കൂടെ തീർത്തിട്ട് പോന്ന് വിചാരിച്ചു. വരണേ. ഇവിടെ ആവശ്യമില്ല. അപ്പൊ ശരി. അപ്പൊ ശരി എന്നാ, ബൈ ബൈ. ऐसा पूरा सिक्योरिटी की तरह कई बार जाएगा बंदा. സുഭാഷ്, ഞങ്ങള് ഡിസ്ചാർജ് ആയി പോകുന്നു. സുഭാഷ് പോന്നോ? അതാണ് ഞാൻ ഇവിടെ പലയിടത്തും നോക്കിയിട്ട് കാണാനില്ല. പിന്നെ ഡോക്ടറും പറഞ്ഞിട്ടുണ്ട് അധികം വിസിറ്റേഴ്സിനെ വീട്ടിലേക്ക് വരുത്തേണ്ടത്. നമ്മളൊക്കെ എപ്പോഴും കാണുന്ന ആൾക്കാരല്ലേ, ഫീൽ ചെയ്താലോ? ഏയ് അതൊന്നും കുഴപ്പമില്ല സുഭാഷേ. പാരലൈസ് ആയ ആളല്ലേ, ഫീലൊന്നും അറിയില്ല. അല്ല പിന്നെ നമ്മുടെ ചെറിയ അരിമ്പൂരുള്ള അവരൊക്കെ പോയാ? അവര് പോയല്ലോ, ഡിസ്ചാർജ് ഉടനെ പോയി. ആണല്ലേ? എന്നാ പിന്നെ ശരി, എന്തെങ്കിലും ആവശ്യം വിളിക്കാൻ ചേട്ടാ. തീർച്ചയായും. गोल 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 साला मार के रखा है.
अरे सो जा, इतना मत सोच. നീ എവിടെയാടാ പോയേ? ഞാനവനല്ല, മറ്റവനാണ്. അയ്യോ, എനക്ക് തെറ്റിപ്പോയതാ മോനെ. ഞാൻ പെട്ടെന്ന് അജയനാന്ന് വിചാരിച്ചതാ. അല്ലല്ല, അരുണാണ്. മനസ്സിലായി. ഇവിടെ എല്ലാം ഷാർട്ട് ടീംസാണ്. ശാന്തി, ശശി, ശ്രീകഥ, അങ്ങനെ ഞാൻ മാത്രമേ ഉള്ളൂ ആയിട്ട്. അതിന് ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ എനിക്കൊരു ഘോഷും കൂടി കൂടുതലുണ്ട്, അരുൺ ഘോഷ്. അത് ഇവിടെയുണ്ട്, അജയ് ഘോഷ്. അതുകൊണ്ടല്ലേ മോനെ അത് ഓനോ ഇല്ലേ കൊടുത്തേക്ക്. നമ്മളിവിടെ വന്ന മോന് ബുദ്ധിമുട്ടായില്ലേ? ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെ കട്ടിലിൽ കിടക്കണ്, താഴെ സോഫ കിടക്കണം, ബാക്കിയെല്ലാം ബുദ്ധിമുട്ട് ഒരുപോലെ തന്നെയാണ്. പിന്നെ ഇവിടെ ഏറ്റവും സമാധാനമുള്ള സ്ഥലം ഇതാണ് കേട്ടാ. ഞാൻ ഫുൾ ടൈം ഇവിടെ ഇരിക്കും. ഈന്റെ മോളിലാ? ആ, അടിപൊളിയാണ്. ശരി. ബ്രോ എന്താ പരിപാടി? ഞാൻ MSc കെമിസ്ട്രി എഴുതി കഴിഞ്ഞ് ഇപ്പൊ PSC എക്സാം എഴുതിക്കൊണ്ടിരിക്കുക. ഞാനും PSC ആണ്. 5 മുമ്പ് തുടങ്ങിയതാ, ഇപ്പോഴും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ബ്രോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാൻ മേടിക്കണട്ടാ, സെറ്റാക്കാം. चलो सही. അതെ, ഓർഗാനിക് കെമിസ്ട്രി ബുക്ക് വല്ലതുണ്ടാവോ? ഞാൻ വന്നപ്പോ എടുത്തില്ലായിരുന്നു. അതല്ല ഉദ്ദേശിച്ച്, ഞാൻ ഡ്രസ്സും ട്രൗസറും ബനിയാനും. ये स्मार्ट है, डम है. പിന്നെ എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി ചേട്ടാ, ഞാൻ സെറ്റ് ചെയ്തോ. എന്നാ നടക്കട്ടെ, ഫുഡ് കഴിച്ചോ. ശരി. 25 ലക്ഷം. ആ, എയ്ഡഡ് അല്ലേ, ഡെപ്പോസിറ്റ് ആയിട്ടാ. അത് മനസ്സിലായി. അപ്പൊ ഈ NSS വഴിയുള്ള പുഷ് ചെയ്താ ജോലി ഉറപ്പിക്കാന്ന്. കാശ് കൊടുത്ത് കയറാൻ ഒരുപാട് പേരുണ്ടാവും. നീ നിന്റെ വഴിക്ക് നോക്ക്, ഞാനും നോക്കാം. ഈ വന്ന ടീം എത്ര കാലം ഉണ്ടാവും? ആ, അച്ഛൻ ഓക്കെ ആവുന്നവരെന്നൊക്കെയാ പറഞ്ഞത്. ഈ ഓക്കെ എന്ന് ഉദ്ദേശിച്ചത് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിന്റെ വണ്ടയിലും അത് തന്നെ ഓടുന്നെന്ന് എനിക്കറിയാം. എന്ത് പാർട്ടീഷൻ? ആ, അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാ ഒരു വിഹിതം അവർക്ക് കൊടുക്കണം. അവിധത്തിനും വിഹിതം ഒരു മഹാതൊലിയില്ല. ഈ കാണുന്നതൊക്കെ ഇങ്ങനെ ആക്കിയെടുത്തത് ഞാന്. ഒരു ബന്ധമില്ലാണ്ട് ഇതിന്റെ ഇടയിൽ കയറി വന്നിട്ട് അവർക്ക് ഇതിന്റെ വിഹിതം കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ അതല്ലേ പ്രശ്നം. ശ്രീകണ്ഠ കുറിച്ച് അച്ഛൻ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർ കൊണ്ടുപോട്ടെ, ഇവിടെ നോക്കണ്ട. അങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ കാണുന്ന വസ്തുക്കളൊക്കെ അച്ഛന്റെ പേര് തന്നെയാണോ? ये सारे नारियल है. जमीन उनकी है ना. क्या ഇനി ഈ വധുര എന്തെങ്കിലും കേട്ട് കാണോ? കേട്ടു കാണണ്ട. നല്ല ഉയരമുള്ളത് തന്നെയല്ലേ, എത്തൂല സൗണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഇതിപ്പോ ഇങ്ങനെ ആലോചിച്ചപ്പോ തോന്നിയ ഒരു കാര്യ. അച്ഛന്റെ ആദ്യ ഭാര്യ നമ്മുടെ അമ്മയാണെന്നുള്ളതുകൊണ്ടും പിന്നെ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഷ്ടപ്പെട്ടുള്ളത് നമ്മളായതുകൊണ്ടും ഈ നോർമൽ ഷെയർ പരിപാടി ഒഴിവാക്കി എന്തെങ്കിലും ചെറിയ ചില്ലറ കൂട്ടി പറഞ്ഞുകൂടാനുള്ള പരിപാടി നമുക്ക് നോക്കാം. എങ്ങനെ? ഒന്നുമില്ല, നമ്മുടെ അമ്മയാണ് സീനിയർ എന്നുള്ളത് കാണിക്കാം. ബാക്കി ഏതെങ്കിലും നല്ലൊരു വക്കീലിനെ ഏൽപ്പിച്ച് അവർ നോക്കിക്കോളും. നമ്മളെ പോലെ അല്ലല്ലോ, അവരുടെ തലയിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധി ഉണ്ടാവില്ലേ. ഇതൊക്കെ അച്ഛന്റെ കാലശേഷമല്ലേ? അല്ലെങ്കിലും ജീവിച്ചിരിക്കുമ്പോ ഇതൊന്നും പറഞ്ഞോണ്ട് അങ്ങോട്ട് ചെല്ലണ്ട. ഹോസ്പിറ്റലിൽ നമ്മളെ കാണാൻ പോയ പോലെ അവർക്ക് അവകാശമുണ്ടെന്ന് പറഞ്ഞോണ്ട് എന്നെ അങ്ങോട്ട് കയറ്റി വിട്ടത്, മനസ്സിലായോ? പക്ഷെ അമ്മയുടെ സീനിയോറിറ്റി തെളിയിക്കുന്ന ഒരു പ്രൂഫ് എത്രയും പെട്ടെന്ന് എടുത്തു വെക്കണം. അതിപ്പോ ഈ രണ്ടു കൂട്ടരുടെയും മാരേജ് സർട്ടിഫിക്കറ്റ് കമ്പയർ ചെയ്താലും മതി. അവിടെയാ? ഓ, उधर है. ഇവിടെ ഒന്നും ഇല്ല. നീ എന്താ നോക്കുന്നത്? मिल गया शायद से. നീ 10ാം ക്ലാസ് പാസ്സാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആവശ്യമുള്ളത് നോക്കും വെച്ചാ. अरे रे 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 रे. നിങ്ങൾ എന്താ നോക്കുന്നേ? अरे बता दो. എടാ, എന്താ നോക്കുന്നതെന്ന് വെച്ചാൽ എന്നോട് പറ. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അച്ഛൻ എന്തിനാ എതിരാന്ന് ചോദിക്കാൻ നിൽക്കണ്ട. നിങ്ങളുടെ കല്യാണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾക്കൊരു ആവശ്യമുണ്ട്. കല്യാണ സർട്ടിഫിക്കറ്റ് ഒന്നുമില്ലടാ. ആ കാലത്തെ ഈ രജിസ്ട്രേഷനെ പറ്റിയൊന്നും വലിയ ധാരണയില്ലായിരുന്നല്ലോ. താലി കെട്ടി കൂടെ കൊണ്ടുവന്നു, ഒരു ഫോട്ടോ പോലും എടുത്തിട്ടില്ല. ഒരു ഫോട്ടോ പോലും?
അമ്മയ്ക്ക് ഉറപ്പുണ്ടോ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന്? അതിവിടെ എവിടെയെങ്കിലും കാണുവടാ. അത് കഴിഞ്ഞ് അങ്ങനെ ഒരു ആവശ്യം വരാത്തോണ്ട് കണ്ടതായിട്ട് ഓർക്കുന്നില്ല. പക്ഷെ അത് ഇവിടെ എന്നാലും തപ്പല് നിർത്തിക്കും. നിങ്ങളുടെ കല്യാണത്തിന് അങ്ങനെ ഒരു സാധനം എടുത്തിട്ടില്ല എന്ന് അച്ഛൻ പറഞ്ഞു. അച്ഛൻ ഉറപ്പിച്ചു പറഞ്ഞു. രജിസ്ട്രേഷൻ പോയിട്ട് ഒരു ഫോട്ടോ പോലും എടുത്തിട്ടില്ല. അയ്യോ ശശി, ആ ഇനി അവിടെ എന്താണോ? മോൻ ചോദിച്ച നമ്മളെ കല്യാണ സർട്ടിഫിക്കറ്റ്. ആൽബം ആണെങ്കിൽ നമ്മുടെ ശ്രീകണ്ഠ जो बच्चे हैं उनका है नहीं भाई, मतलब जिनसे इस तरह शादी की है उनका सारा सर्टिफिकेट एल्बम एक फोटो भी नहीं है रे. Oh God. Crazy, but they are trying hard to hide it, right? They are actually trying hard. और उसका फ्रेंड वो ढूंढ रहा है, मॉल में जाके ढूंढ रहा है ये पागल. But he is like उसको नींद ही नहीं आ रही. He has doubts. But man, grandpa is crazy. क्या क्या कांड किए grandpa ने. I'm loving this grandpa. But मजा आएगा. Your marriage is not registered only. No photo, nothing. कुछ भी नहीं है. They have all the documents to prove. These guys have zero documents to prove. Apparently देखा जाए तो that is the legal thing. अरे ये उल्टा हो गया अभी. उल्टा हो गया proper. Crazy. Let's see what's gonna happen. I'm excited for more now. So guys, let's wait for more. Meanwhile, take care. Bye bye.